പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോഫിയ. ഞാൻ UK നിന്ന് വരുവാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജനുവരി 19, 2023 ഉടമ്പടി എടുക്കാൻ കാരണമായത് ഇതുപോലെ വിസിറ്റ് വിസയിൽ UK പോകാൻ വേണ്ടിയാണ്. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അവിടെ വെച്ച് അസുഖം ഉണ്ടാവുകയും അവളെ നോക്കാൻ ആരും ഇല്ലാതാവുകയും വരികയും ചെയ്തപ്പം എനിക്ക് അവിടെ പോകാൻ വേണ്ടി വിസിറ്റ് വിസയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കുറേ ഏജൻസി ഞാൻ സമീപിച്ചു. അവർ പറഞ്ഞു എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ ഒരു യൂട്യൂബ് ഒരു പേജിൽ കൂടെ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്കാരി എല്ലാ പേപ്പേഴ്സ് റെഡിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ UK പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ജോബ് വിസയെ പറ്റി അറിയുകയും ഒരു പുള്ളിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ആ പുള്ളി വിസ തരാമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഞാൻ അവിടുന്ന് 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുള്ളി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായി വിസ ഇൻ്റർവ്യൂ എന്നാ? പുള്ളി വന്ന് നെക്സ്റ്റ് മന്ത് അങ്ങനെ ഓരോ മാസവും നീണ്ടുപോയി. അങ്ങനെ എനിക്ക് അവസാനം ഞാൻ പുള്ളി ഒരു ദിവസം വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുക്കാതായി. 2 ദിവസം 3 ദിവസം അങ്ങനെ കുറേ ദിവസം ഞാൻ ട്രൈ ചെയ്തു, പുള്ളി എടുക്കുന്നില്ല. അവസാനം ഞാൻ പുള്ളിയുടെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ വീട് തൊടുപുഴയായിരുന്നു. അങ്ങനെ എനിക്ക് പുള്ളിയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ പേരും മാത്രം അറിയാം. അത് വേറൊരു പരിചയക്കാരൻ വഴി പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം എനിക്ക് ആകപ്പാടെ പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമാണുള്ളത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ബാങ്കിൽ പോയി, മണിമല ബാങ്കിൽ. അവിടെ പോയപ്പം അങ്ങനെ ആർക്കും ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടോ മാതാവിൻ്റെ ഈശോയുടെ ഒരു അനുഗ്രഹത്താൽ എനിക്ക് ആ മാനേജർ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ്, ആ പുള്ളിയുടെ വീട്ടുപേര് സഹിതം എനിക്ക് ആ ഡീറ്റെയിൽസ് തന്ന് എനിക്ക് അന്ന് 3 മക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും അവർ അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടിൽ വലിയൊരു അവസ്ഥയാണ്. ഒരു പാവം ഒരു അപ്പനും അമ്മയും മാത്രം. അവരടുത്ത് മോൻ പല തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. മോൻ പുള്ളി കുറേ തട്ടിപ്പ് നടത്തി. അങ്ങനെ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിസയിൽ കാശ് മേടിച്ച് പുള്ളി അവിടെ UK സെറ്റിലായതെന്ന് ഞാൻ അവിടെ ചെന്ന നിമിഷമാണ് അറിയുന്നത്. അങ്ങനെ എനിക്ക് ആകെപ്പാടെ കരച്ചിലായി. അത് എൻ്റെ അപ്പന്മാർ തന്ന കാശാണ്. അവരങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് തന്ന കാശാണ്. ആ കാശാണ് പോയത്. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇവിടെ വന്നു. ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. എനിക്ക് അച്ഛനെ കാണാനോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ കിട്ടി. എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ വിസയുടെ തന്നെ ആ പുള്ളി അയച്ചെന്ന് പറ്റിച്ച കുറേ പേപ്പേഴ്സ്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഞാൻ ആ പുള്ളിക്ക് ഓരോ പ്രാവശ്യം പുള്ളി പറയുമ്പോൾ ഇട്ട് കൊടുത്ത കാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാനിവിടെ വന്നു, അച്ഛനെ കാണാൻ നിന്നു. എൻ്റെ കയ്യിൽ ആ 1 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നതിൽ അച്ഛൻ എൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് എടുത്തത്. അച്ഛൻ എന്നിട്ട് അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു ലോക്കറ്റ് തരികയും ചെയ്തു. അതിന് ഒരു ദിവസം മുന്നേ ഇങ്ങനെ ഫുൾ കരച്ചിലും പ്രാർത്ഥനയാണ്. എന്നാൽ ഞാൻ MBA കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞാൻ ജോലിക്ക് പോയില്ല. അങ്ങനത്തെ ഉള്ളൊരു ഇതുമുണ്ട്. അങ്ങനെ ഇത് എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഇതാണ്, UK പോകണം, അവിടെ പോയി സെറ്റിൽ ആവണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അതിൻ്റെ തലേദിവസം എനിക്കിതുപോലെ ഒരു ദർശനം ഉണ്ടായി. ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് ഒരു പേപ്പർ എടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അത് തന്നെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ രാവിലെ വന്നു, അച്ഛനെ കാണാൻ കിട്ടി. അന്നേരം അച്ഛൻ ആ ഒരു പേപ്പർ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി ഇതുപോലെ പറഞ്ഞു ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടു, പുള്ളി വിസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി 20 ലക്ഷം ചോദിക്കുന്നത്. ഞാൻ 20 ലക്ഷം ഇനി എവിടെ നിന്ന് എടുക്കാൻ? ഇപ്പം തന്നെ അപ്പനും എല്ലാം സഹായിച്ചാണ് ഈ 10 ലക്ഷം അറേഞ്ച് ചെയ്തത്. ഇനി 20 ലക്ഷം എവിടെ നിന്ന് കൊടുക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു സാരമില്ല നമുക്ക് എങ്ങനെയും. പക്ഷെ പുള്ളി പറയുന്നത് വിസ തരാം, സ്പോൺസർഷിപ്പും തരാം, കാശ് പതുക്കെ കൊടുത്താൽ മതിയെന്നാണ്. അത് ഞാൻ പറഞ്ഞു ശരി, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് നൈറ്റ് തന്നെ ഒരു പൈസ പോലും കൊടുക്കാതെ പുള്ളി എനിക്ക് സ്പോൺസർഷിപ്പ് എൻ്റെ മെയിലിൽ ഇവിടുത്തെ സമയം രാത്രി 12 മണി ആയപ്പം എൻ്റെ മെയിലിനകത്ത് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് ആ പുള്ളിക്ക് കുറേശ്ശെ കാശ് കൊടുക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഞങ്ങൾ 5 പേർക്ക് ഫാമിലി വിസയോട് കൂടി ഞങ്ങൾക്ക് UK പോകാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ പ്രോബ്ലംസ്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ഉം 5ഉം 3ഉം വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അവന് 1.5 വയസ്സേ ഉള്ളൂ. അന്നേരം അവനെയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി അവർ രാവിലെ വിളിച്ചു കുറേ പോകണം,
വെളുപ്പിനെയൊക്കെ വിളിക്കുന്നവർ, ഇന്ന അടുത്ത് പോകണം എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അന്ന് ഞാൻ ഈശോയോട് വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോ എന്തുകൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളെ, അവിടുത്തെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല, അങ്ങനെ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ഗാർഡിങ് ഇഷ്യൂസ് അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഒരു ജോലി തന്ന് വീണ്ടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മന്ത്സിനുള്ളിൽ അവിടെ ചെല്ലുന്ന ഞാൻ ഫെബ്രുവരി 11, 2024 അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ്, അതായത് ഓഗസ്റ്റിൽ ഞാൻ ചുമ്മാ ഒരു നൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം ഞാൻ ചുമ്മാ ഒരു ഇൻഡീഡിനകത്ത് അപ്ലൈ ചെയ്തു. അതും മാതാവിൻ്റെ പച്ചത്തിരിയിലുള്ള പേരിലുള്ള ഗ്രീൻ ഹിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എനിക്കറിയാം കിട്ടത്തില്ല, എന്താ പറഞ്ഞാൽ 6 മന്ത്സ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ തന്നെ അവരെന്നെ വിളിക്കുകയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു. അന്നേരവും എനിക്കൊരു സ്കോപ്പും ഇല്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പാസ്സാവുമെന്നോ അല്ലെ അവിടെ സ്പോൺസർഷിപ്പ് ഉണ്ടോന്നോ. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ നിൽക്കാനും പറ്റത്തുള്ളൂ, മറ്റേ ജോലിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്തിട്ട് ന്യൂ ജോബിലോട്ട് കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് ഒരു ട്യൂസ്ഡേ ആയിരുന്നു. അന്ന് ഞാൻ അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടി പോകുന്നത്. അവിടെ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്തോ വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് വേണം, എനിക്ക് എന്നാലേ ജോലി കണ്ടിന്യൂ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എൻ്റെ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡിലേ വന്നു. അന്നേരം എൻ്റെ ഈ ജോലിയിൽ ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക, സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നിൽക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും സെപ്റ്റംബർ 30 എനിക്ക് മാതാവ് പുതിയ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ പുതിയ ജോലിയിൽ കയറി. അങ്ങനെ മാതാവിനെ കൊടാനും കൊണ്ട് തന്നി, അമ്മ മാതാവിനെ തിരുക്കുമാരനും തന്ന. പിന്നെ ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അമ്മയുടെ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ അമ്മമാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനും, പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിലും അതിലൊക്കെ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന സഹായവും അന്ന് ഞാൻ ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വെക്കുന്ന ആൻറ്റിയുടെ മോക്ക് ഫീസ് അടയ്ക്കാനൊക്കെ കാശ് കൊടുക്കുകയും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പത്രം മേടിച്ച് വേളാങ്കണ്ണിക്ക് കൊണ്ട് കൊടുക്കുകയും, പിന്നെ ഇംഗ്ലീഷ് പത്രം മേടിച്ച് UK അവിടെ ഉള്ള പള്ളികളിലും അവിടെയൊക്കെ കൊടുക്കുകയും ചെയ്തു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും എനിക്ക് പറ്റുന്ന സമ്മേളനങ്ങളിലെല്ലാം ഞാൻ സൺഡേസിൽ പള്ളി പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പിന്നെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളൊന്നും ഞാൻ മുടക്കാറുമില്ല. പിന്നെ ഇവിടെ വെച്ചായിരുന്നപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന മുടക്കാതെയും കുഞ്ഞുങ്ങളെയും ആത്മീയതയിൽ വളരാനും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. സോഫിയ എന്ന മകൾ ഉടമ്പടി ചെയ്ത് അനശ്വരമായ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഈശോയോട് ഉടമ്പടി ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നത് എന്നാണ് ഈ സാക്ഷ്യമേറ്റ് പറയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു സമയത്താണ് ഇവിടെ വന്ന് സോഫിയ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. UK ഒരു നഴ്സിംഗ് വർക്കിന് വേണ്ടി പോകാൻ ഒരു ഏജൻറ്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഒട്ടും തന്നെ തിരിച്ച് ലഭിക്കുകയില്ല എന്ന് ഉറപ്പായി. അപ്പോൾ വളരെ സങ്കടത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അദ്ദേഹത്തിൻ്റെ ആ ഏജൻറ്റിൻ്റെ വീടിൻ്റെ മുന്നിൽ അവിടെ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സ്ഥാപിക്കുകയും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനപരിവർത്തനം ഉണ്ടാവുകയും ഇവർക്കുള്ള ഒരു വലിയ എമൗണ്ട് തിരിച്ചു നൽകാനുള്ള കൃപ പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് അച്ഛൻ അപ്പോൾ ചെയ്തത് ഇവർക്ക് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മയുടെ ആ സ്വപ്നമുണ്ടായതുപോലെ തന്നെ ജോസഫ് അച്ഛൻ ആ സ്വപ്നത്തിൽ ചെയ്തതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ മാത്രമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ഈശോ അവർക്ക് കൃപ നൽകി ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടാനുള്ള വലിയ സാധ്യതകളുണ്ടായതെന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ അവർക്ക് ഗ്രീൻ ഹിൽ എന്ന നഴ്സിംഗ് ഹോമിൽ അവിടെ ജോലി കിട്ടുവാനും ഒട്ടും തന്നെ തടസ്സങ്ങളില്ലാതെ
അവരെ കൃത്യമായ ഉടമ്പടി പാലിച്ചു പോകുന്നതുകൊണ്ട് ഈശോ അവർക്ക് നൽകിയ കൃപകളും അനുഗ്രഹങ്ങളും വളരെ വലുതാണ്. നമ്മുടെ ഉടമ്പടി കറക്റ്റാണെങ്കിൽ എപ്പോഴും ഈശോ നമ്മെ സ്നേഹിക്കുന്നതും നമ്മെ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ഉടമ്പടി വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉടമ്പടി അങ്ങനെയാണ്, അത് വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എവിടെയെല്ലാം അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം കൃപ നിറഞ്ഞുകൊണ്ട് നമുക്ക് സാധ്യതകൾ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, ഈശോയെ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കൈവെപ്പും ഒരച്ചാരവും കൂടിയാണ്. ഭൗതികതയിൽ മാത്രം നാം തങ്ങി നിൽക്കുമ്പോൾ അത് അനുഗ്രഹത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നതാണ്. നമുക്ക് കൃപയും അഭിഷേകവും ആത്മീയ അധികാരവുമാണ് ഈശോയിൽ നിന്ന് നേടിയെടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയിൽ നിന്ന് മാധ്യസ്ഥം ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് കൃപയിൽ മുന്നേറുവാൻ, അഭിഷേകത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സോഫിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.